ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് പുറപ്പാട് പുസ്തകത്തിലെ 17-ാം അധ്യായത്തില് 5ഉം 6ഉം തിരുവചനം വായിക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ നീ ജനത്തിൻ്റെ മുൻപിൽ പോകുക. നന്ദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ നിനക്ക് മുൻപിൽ ഹോറബിലെ പാറയിൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരു ഇസ്രായേൽ ജനം വെള്ളത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിൽ ചോദിച്ചപ്പോൾ ദൈവം മോശയോട് കൊടുത്ത ഒരു മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുറപ്പാടിൻ്റെ തുടക്കത്തിൽ മരുഭൂമിയിൽ വെച്ച് രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ദൈവം മോശയ്ക്ക് നൽകിയ വ്യക്തമായൊരു നിർദ്ദേശമാണ്. മോശ അനുസരിച്ചു. പാറയിൽ നിന്ന് ജലമൊഴുകി ജനത്തിന് ദാഹനശമനം വന്നു, സന്തോഷമായി. രക്ഷകനായ യേശുവിൻ്റെ ഒരു പ്രതീകമായി ഇതിനെ പുതിയ നിയമത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു മരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനായി പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19:34 തിരുവചനം വ്യക്തമായി ധരിക്കുകയാണ്. ഈ വലിയ പ്രാധാന്യത്തോടെ യോഹന്നാൻ വിവരിക്കുന്ന ഈ സംഭവം ഹോറബിൽ വെച്ച് അടികൊണ്ട് ജലമൊഴുകിയ പാറയെ അനുസ്മരിക്കുന്നു. എന്താണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. 7:38 തിരുവചനം പറയുന്നുണ്ട്. എന്നുള്ള ഗുരുവചനങ്ങൾ ഈ പ്രതീകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ആത്മാവിനായിട്ടുള്ള ഒരു വ്യക്തമായൊരു അവസ്ഥയാണ് യേശു പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുവരെയും ആത്മാവിന് നൽകപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശു അതുവരെയും മഹത്വവൽക്കരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 33 വീണ്ടും പറയാണ്. തുടർന്ന് പറയുമ്പോൾ കുരിശിൽ സംഭവിക്കാനിരിക്കുന്ന മഹത്വീകരണത്തിലേക്കും അതുവഴി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. യേശുവിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകിയ ജലവും രക്തവും ജീവദാതാവായ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിരുന്നു. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിറകളിക്കുന്ന അരുവിയാവും. യോഹന്നാന്റെ 4:14 പറയുന്നു. എന്ന് നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന സമറയക്കാരോട് പറയുന്നിടത്തും പാറയുടെയും ജലത്തിൻ്റെയും പ്രതീകത്തിലേക്ക് ഒരു സൂചന കാണാൻ നമുക്ക് സാധിക്കും. ജീവജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അത് പുറപ്പെടുവിക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ പാറയിൽ ജലം പോലെ പരിശുദ്ധാത്മാവ് വസിക്കും. ജലമൊഴുക്കിയ പാറയെക്കുറിച്ച് യഹൂദ റബ്ബിമാരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നൊരു കഥയുണ്ടായിരുന്നു. ജനത്തോടൊപ്പം ആ പാറയും സഞ്ചരിച്ചിരുന്നു. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നതുവരെ ആകാശത്തു നിന്ന് മന്ന പൊഴിച്ചിരുന്ന പോലെ ഈ പാറയിൽ നിന്ന് അവർക്ക് ദാഹജലം സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്നു. ഒരു ഐതിഹ്യത്തിൻ്റെ സ്വാധീനം വിശുദ്ധ പൗലോസിൻ്റെ വിവരണത്തിൽ കാണാൻ സാധിക്കും. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 10:4 നമ്മളെ അനുഗമിച്ചിരുന്ന ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. മരുഭൂമിയിൽ ജനം നൽകിയ പാറ ജീവജലത്തിന്റെ ഉറവിയായ യേശുവിന്റെ പ്രതീകമായിരുന്നു എന്ന് ഇവിടെയും സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജലം ദൈവത്തിന്റെ ദാനമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമെല്ലാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും? ആരിലാണ്? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അപ്പം എതിർവചനം എന്താണ്? എന്നിൽ വിശ്വസിക്കാത്തവന് മറ്റൊന്നും തന്നെ ഒഴുകാൻ പോകുന്നില്ല. അപ്പോൾ ഈ വിശ്വാസത്തിൽ കൂടി യേശുവിൻ്റെ കൽപ്പന, അതേപോലെ ദൈവത്തിൻ്റെ കൽപ്പന ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടി നമ്മളുടെ വേറെ രീതിയിൽ
അതിനെ ഏറ്റെടുത്താൽ അതിന് അവിടെ പണിഷ്മെൻറ്റും കിട്ടുന്നതായിട്ട് വചനം. അല്ല ആ വചനത്തിൽ പിന്നെ അത് ഞാൻ പോകുന്നില്ല. പുറപ്പാട് അവസ്ഥയിൽ വ്യക്തങ്ങളുണ്ട്. മോശ എന്താ പറഞ്ഞെ, അടിക്കാൻ പറഞ്ഞ് അടിക്കുകയും അവൻ അതിൽ വെള്ളം കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായൊരു പണിഷ്മെൻറ്റ് ദൈവം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അന്ന് മോശ ദൂരെ നിന്ന് മാത്രമേ ആ കാനാൻ ദേശം കാണാൻ സാധിച്ചുള്ളൂ. കാനാൻ ദേശത്തിൽ പ്രവേശിപ്പിച്ചില്ല. ജോഷയും കാലുവല്ലാതെ ആരും കാനാൻ ദേശത്ത് എത്തിയത് അവരെ ഇതിൽ പറയപ്പെടുന്നില്ല. വചനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അവിടെ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയമുള്ളവരെ, എല്ലാവരും ഓരോ ആത്മീയ പാനീയമാണ് കുടിച്ചത്. തങ്ങളെ അനുഗമിച്ച ആത്മീയശീലിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളായിരിക്കുന്നത്, നമ്മുടെ ജനനം, നമ്മുടെ ജീവിതം എല്ലാം ദാനമാണ്. ദാനമായിരിക്കും. ദാനമെല്ലാം നമ്മിട്ട് എന്തിനു നമ്മൾ അഹങ്കരിക്കുന്നു? പ്രിയമുള്ളവരെ, കർത്താവ് മോശയോട് അരുളി ചെയ്തു അതുപോലെ നമ്മളോട് ഓരോരുത്തരോടും അരുളി ചെയ്യുന്ന കാര്യങ്ങൾ, വചനത്തിലൂടെ നമ്മളോട് നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ, അത് അതേപടി തന്നെ അംഗീകരിക്കാനും അത് നടപ്പിലാക്കാനും അനുസരിക്കാനുള്ള വലിയ വിളിയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ആ വിളിക്ക് ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കർത്താവ് നയിക്കട്ടെ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, നിന്നെ വിശ്വസിക്കുന്നവരിലേക്ക് നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ, ഹൃദയത്തിൽ ജീവിതത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് ഞങ്ങൾ പഠിപ്പിച്ച കർത്താവേ, ഞങ്ങളെ ദാഹം, പരിശുദ്ധാത്മാവിനുള്ള വേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്കുണ്ടെങ്കിൽ, ഓരോരുത്തർക്കുണ്ടെങ്കിൽ കർത്താവേ, നീ തന്നെ ഞങ്ങളിലേക്ക് ആത്മാവിൽ നിറച്ച് ഞങ്ങളിലേക്ക് നിൻ്റെ അരൂപിയെ അയക്കണമേ. ഞങ്ങൾ വേണ്ടുവോളം സ്വീകരിക്കണമേ. നീ നൽകുന്ന ജലം കുടിക്കാനായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.